വീണ്ടും ഒരു നിലവിളക്ക് വിവാദം നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ തന്നെ ആരാണ് വിവാദത്തിൽ പെടുന്നത്, ആരാണ് വിവാദം ഉണ്ടാക്കുന്നത്, ഇതിനൊക്കെ അനുസരിച്ച് പലപ്പോഴും തരം പോലെ നിലപാടുകൾ സ്വീകരിക്കുന്ന പല ആളുകളെയും നമുക്ക് കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത്? എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ആ വിഷയത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? നമുക്ക് ആരെങ്കിലും ബ്ലെയിം ചെയ്യാനാണ്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു പ്രിജുഡൈസ്ഡ് മൈൻഡോടുകൂടിയാണ് നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണണമെന്നില്ല. എന്താണ് ഈ ചില ആളുകൾക്കൊക്കെ അതിനോട് യോജിപ്പുണ്ടാകാനൊക്കെ കാരണം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്താണ് നിലവിളക്കിൻ്റെ അടിസ്ഥാനം? ഉദ്ഘാടന വേളകളിലാണ് ഇത് കൊളുത്താറുള്ളത്. ഉദ്ഘാടനത്തിന് പല വഴികളുണ്ട് അല്ലേ? നാട മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാം. ഇപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഡിജിറ്റലി ഉദ്ഘാടനം നടക്കുന്നത് കാണാറുണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രീനിൽ തെളിച്ചതുകൊണ്ടോ അങ്ങനെ ആ രൂപത്തിലൊക്കെ പല വഴികൾ നമുക്ക് ഉദ്ഘാടനത്തിന് കാണാൻ സാധിക്കും. അതിൽ പണ്ട് മുതൽ പാലിച്ചു വരുന്ന അല്ലെങ്കിൽ പല രൂപത്തിൽ അത് നിലനിന്നു പോകുന്ന ഒരു വഴിയാണ് ഈ നിലവിളക്ക് കൊളുത്തുക എന്നുള്ളത്. അതിൽ ചില ആളുകൾക്ക് അതിനോട് വിയോജിപ്പ് ഉണ്ടാകാനുള്ള കാരണം ഈ നിലവിളക്ക് എന്ന് പറയുന്നതിന് കൃത്യമായ വിശ്വാസ അടിസ്ഥാനമുണ്ട് എന്നുള്ളതാണ്. അഗ്നിദേവതയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ അടിസ്ഥാനങ്ങൾ അതിനുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഈ വിവാദത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ നിലവിളക്കിനെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഒരു അരവരി പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഇതിന് കൃത്യമായ അടിസ്ഥാനമുണ്ട്. അല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നിലവിളക്ക് കൊളുത്തുന്നത് ലൈറ്റിന് വേണ്ടിയല്ല അല്ലേ? ഇത്രയും ഇലക്ട്രിസിറ്റി ഒക്കെ ഉള്ള കാലത്ത് വെറും വെളിച്ചത്തിന് വേണ്ടിയല്ല നിലവിളക്ക് കൊളുത്തുന്നത് എന്നുള്ളത് നമുക്കറിയാം. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ഇതേ രൂപത്തിൽ തന്നെ നിലവിളക്കിൻ്റെ അതേ രൂപത്തിൽ തന്നെ വേണമെന്നില്ല അല്ലേ? സാധാരണ ഒരു വിളക്കായാൽ മതിയല്ലോ. എന്തുകൊണ്ടാണ് നിലവിളക്കായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ആ നിലവിളക്ക് അങ്ങനെ ആയത്? അതിന് കൃത്യമായ വിശ്വാസ അടിസ്ഥാനമുണ്ട്. നമ്മൾ പരിശോധിച്ച് നോക്കുക. ഒരു ത്രിമൂർത്തി സങ്കല്പത്തെയാണ് യഥാർത്ഥത്തിൽ ഈ നിലവിളക്ക് കൊണ്ട് പ്രതിനിധീകരിക്കുന്നത്. ഈ ത്രിമൂർത്തികൾ പിന്നെ ബ്രഹ്മാവ്, അതേപോലെ തന്നെ ശിവൻ, അതേപോലെ തന്നെ പിന്നെ മഹാവിഷ്ണു, ഈ 3 ഭാഗങ്ങളെ അല്ലെങ്കിൽ ഈ 3 ത്രിമൂർത്തികളെ പ്രതിനിധീകരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നിലവിളക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ മുകൾ ഭാഗം മഹാവിഷ്ണുവിനെ പ്രതിനിധീകരിക്കുന്നു, അതിൻ്റെ തണ്ടുഭാഗം അതിനെ ശിവനെ പ്രതിനിധീകരിക്കുന്നു, അതേപോലെ തന്നെ അടിഭാഗം ബ്രഹ്മാവിനെ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ ആ നിലക്ക് അതാണതിൻ്റെ ആ നിലവിളക്ക് അങ്ങനെ ആവാൻ കാരണം അതാണ്. അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു പ്രകാശം അത് പരശക്തിയെ പിന്നെ പ്രതിനിധീകരിക്കുന്നു, അഗ്നിദേവതയെ പിന്നെ പ്രതിനിധീകരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ തിരികൾ അതിൽ തന്നെ എന്തുണ്ട്, കൃത്യമായ വിശ്വാസമുണ്ട് അല്ലേ? ഒരു തിരിയാണെന്നുണ്ടെങ്കിൽ ഒരു തിരി പാടില്ല എന്ന് നമ്മൾ പറയും അല്ലേ? വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 തിരിയാണെങ്കിൽ അത് ധനലാഭം, കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും. 5 തിരിയാണെങ്കിൽ സർവൈശ്വര്യം ഉണ്ടാവും. 7 തിരികൾ, അങ്ങനെ ഓരോന്നിനും ആ തിരികളുടെ എണ്ണത്തിലടക്കം കൃത്യമായ വിശ്വാസ അടിസ്ഥാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഏത് ദിക്കിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ഈ പിന്നെ നിലവിളക്ക് കൊളുത്തേണ്ടത് അല്ലേ? കിഴക്കോട്ട് തിരിയുക, പ്രഭാതത്തിൽ കിഴക്കോട്ട്, അതേപോലെ തന്നെ പിന്നെ സന്ധ്യക്ക് കിഴക്കോ അല്ലെങ്കിൽ പടിഞ്ഞാറോ, ഇങ്ങനെയുള്ള കൃത്യമായ വിശ്വാസ അടിസ്ഥാനങ്ങൾ ഇതിനുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, ഈ നിലവിളക്ക് എന്ന് പറയുന്നത് കേവലം വളരെ സിമ്പിളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഒരു വളരെ നോർമലായിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇല്ലാത്തൊരു കാര്യമല്ല. അത് കൃത്യമായി വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഓക്കെ, ആ വിശ്വാസമുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും വീടുകളിൽ നിലവിളക്ക് കൊളുത്തുന്നവരുണ്ട്. വിശ്വാസമുള്ള ആളുകൾ അവരുടെ പ്രൈവറ്റ് പിന്നെ ആയിട്ടുള്ള ചടങ്ങുകളിൽ അത് കൊളുത്തുന്ന ആളുകളുണ്ട്. അതവർക്ക് ചെയ്യാം. പക്ഷേ ഇനി വിശ്വാസമില്ലാത്ത ആളുകൾക്കും വേണമെങ്കിൽ അതൊന്നും പ്രശ്നമല്ല. മറ്റുള്ളവരുടെ വിശ്വാസം ഞാൻ അതിൻ്റെ ഭാഗമാകുന്നതിൽ എനിക്ക് പ്രശ്നമില്ലാന്ന് തോന്നുന്നവർക്കും നിലവിളക്ക് കൊളുത്താം. പക്ഷേ ഒരാൾ തീരുമാനിക്കുകയാണ്, എനിക്ക് ഈ വിശ്വാസവുമായി എന്ന് വെച്ചാൽ ത്രിമൂർത്തി സങ്കല്പത്തിൽ എനിക്ക് വിശ്വാസമില്ല, അഗ്നിദേവതയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് കൊളുത്താതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് എന്നുള്ളതാണ് ഈ വിവാദത്തിൻ്റെ അടിസ്ഥാനം. ഞാനിത് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ വെറുതെ പിന്നെ പറയുന്നതാണ്, അല്ലെങ്കിൽ ഇതിന് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമേ ഇല്ല എന്ന് ഈ വിഷയം പഠിക്കാൻ ശ്രമിക്കുന്ന ആരും പറയില്ല. അപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഈ നിലവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നോർമലായി അതിൻ്റെ അടിസ്ഥാനങ്ങൾ വിശദീകരിക്കുന്ന ഒരു വീഡിയോ മനോരമ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാർ പറഞ്ഞിട്ടുള്ള, മനോരമ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള വളരെ നല്ലൊരു വീഡിയോ. അതിൽ എന്താണ് ഈ നിലവിളക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറയുന്ന ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾ കേട്ടോളൂ. വിളക്ക് കൊളുത്തുന്നതാണ് ഒരു വീട്ടിൽ. രാവിലെയും വൈകുന്നേരവും ഒക്കെ വിളക്ക് കൊളുത്തിയാൽ ഭയങ്കര ഐശ്വര്യമാണ്. എണ്ണയൊഴിച്ച് 2 വശത്തേക്കും തിരിയിടുക. രാവിലെ നമ്മൾ കിഴക്ക് വശത്തെ വിളക്കാണ് തിരിയാണ് ആദ്യം കത്തിക്കുക. പിന്നെ വൈകുന്നേരം നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തെ തിരിയാണ് കത്തിക്കുക. ഒറ്റ തിരിയായി കത്തിക്കാൻ പാടില്ല. ഒറ്റ ദീപം നമ്മൾ മഹാലക്ഷ്മി വിളക്ക് കത്തിക്കുമ്പോൾ ലക്ഷ്മിക്ക് മാത്രമായതുകൊണ്ടാണ് അതിൽ ഒറ്റ തിരി കത്തിക്കുന്നത്. അത് ലക്ഷ്മി വിളക്കിൽ മാത്രമേ അതുള്ളൂ. എല്ലാ വിശേഷ ദിവസങ്ങളിലും നമ്മൾ വിളക്കിൻ്റെ അടിയിൽ ഒരു ഇലയിൽ ഇത്തിരി കുങ്കുമം വച്ചാൽ അവിടെ ദേവിയുടെ സാന്നിധ്യമുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ആ അമ്മ കുങ്കുമത്തിൽ വാഴുന്നതാണ് അമ്മ. ലളിതാംബികയായാലും മൂകാംബികയായാലും എല്ലാ ദേവിമാർക്കും കുങ്കുമം വളരെ ഇഷ്ടമാണ്. പിന്നെ
മഹാലക്ഷ്മി വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിളക്ക് കൊളുത്തിയത് കൊണ്ട് മാത്രമല്ല, നമ്മൾക്ക് പറ്റുന്ന ലക്ഷ്മിയുടെ സ്തുതികൾ, ഇഷ്ടംപോലെ സ്തുതികളുണ്ട്. ഒന്നും വേണ്ട, മഹാലക്ഷ്മി ഗായത്രി തന്നെയുണ്ട്. ഓം മഹാലക്ഷ്മി ച വിദ്മഹേ സർവശക്തി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. അപ്പം ലക്ഷ്മി ദേവിയെ വിളിക്കാൻ നമുക്ക് ഗായത്രി ചൊല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൽ ഓരോന്നിനും അതിൻ്റെ തിരിയുടെ എണ്ണത്തിൽ, അതേപോലെ തന്നെ അതിൽ കുങ്കുമം വെക്കുന്നതിൽ, അതിൻ്റെ എണ്ണയിൽ, അല്ലേ, അതിൽ ഏത് എണ്ണ ഉപയോഗിക്കണം എന്നുവെച്ചാൽ വിളക്കെണ്ണ ഉപയോഗിക്കാൻ പറ്റുമല്ല, പിന്നെ വിളക്കെണ്ണ എന്ന് പറഞ്ഞ് പൊതുവേ ഉള്ളത് ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലേ, എള്ളെണ്ണ ഉപയോഗിക്കുന്നത് എത്രത്തോളം നല്ലതാണ്, ഇതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ കാണാൻ പറ്റും. ഇതൊക്കെ എന്താ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. അത് അവരുടേതായ വിശ്വാസമാണ്. തീർച്ചയായും നമ്മൾ ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതവർക്ക് പറയാം, അതവർക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം, ഒക്കെ ചെയ്യാം, തീർച്ചയായും ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ ഈ വിശ്വാസങ്ങളെല്ലാം അടിസ്ഥാനപ്പെടുത്തിയതാണ് ലക്ഷ്മി ദേവിയെ, അല്ലെങ്കിൽ ഇങ്ങനെ മഹാലക്ഷ്മിയെ, പിന്നെ മഹാലക്ഷ്മിയാണ് അതിൻ്റെ അടിസ്ഥാനം, ഇങ്ങനെ അമ്മയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള അടിസ്ഥാനങ്ങളെല്ലാം ഈ വിളക്കിനുണ്ട്, നിലവിളക്കിന് ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എല്ലാവരും അത് അംഗീകരിക്കുന്ന ഒരു കാര്യവുമാണ്. ഇവിടെയാണ് നമ്മൾ പറയുന്നത്, ഈ അടിസ്ഥാനങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ മറ്റ് ഇത്തരം വിശ്വാസങ്ങളോടും അത് ചെയ്യുന്നത് കൊണ്ടും എനിക്ക് പ്രശ്നമില്ല എന്ന് ഇതൊന്നും വിശ്വാസമില്ലാത്ത ആൾ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ നിലവിളക്ക് കൊളുത്തിക്കോട്ടെ. പക്ഷേ ചില ആളുകൾക്കെങ്കിലും അവർക്ക് സ്വയം തോന്നുകയാണ്, എൻ്റെ വിശ്വാസം, ആ വിശ്വാസപ്രകാരം എനിക്ക് അഗ്നിദേവതയെ, അതിനെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ലക്ഷ്മിയെ ആരാധിക്കുന്ന ഈ ഒരു വിളക്ക് കൊളുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ ഈ അഗ്നിയെ അടക്കം സൃഷ്ടിച്ച സട്ടാവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഈ അഗ്നിദേവതയിൽ തന്നെ എനിക്ക് വിശ്വാസമില്ല, എനിക്ക് ദൈവത്തിലേ വിശ്വാസമില്ല. ഇങ്ങനെ ഒരാൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് നിലവിളക്ക് കൊളുത്താതിരിക്കാനുള്ള അവകാശവുമുണ്ട്. ഇത്രയേ ഉള്ള വിഷയം. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് ചെയ്തിരിക്കണം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ അടിച്ചേൽപ്പിക്കൽ എന്ന് പറയുന്നത്. അതൊരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ്. എല്ലാവർക്കും ഇപ്പം അവിടെയാണ് പൊതു ചടങ്ങുകൾ, ഇത്തരം വിഷയങ്ങൾ വരുന്നതിൻ്റെ പ്രാധാന്യം അവിടെയാണ്. ഏതെങ്കിലും പിന്നെ വീടുകളിൽ കൊളുത്തുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ കൊളുത്തുന്നതിനെക്കുറിച്ചോ ഒരിക്കലും വിവാദം ഉണ്ടാവാറില്ല. പൊതു ചടങ്ങുകളിൽ ഇത് വരുമ്പോൾ ഇതിനോട് യോജിപ്പില്ലാത്ത ആളുകളും ഉണ്ടാവും. അതുകൊണ്ടാണ് കാലാകാലങ്ങളായി പല നിലവിളക്ക് വിവാദങ്ങൾ നമ്മുടെ നാട്ടിൽ വരാൻ കാരണം എന്താ, ഇപ്പോൾ അബ്ദുറബ്ബുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നു. അതേപോലെ തന്നെ മുമ്പ് CH മുഹമ്മദ് കോയ സാഹിബ്, അദ്ദേഹം കൊളുത്താതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നു. അപ്പോൾ EMS പിന്നെ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അതേപോലെ തന്നെ മന്ത്രി G സുധാകരൻ, അദ്ദേഹം നിലവിളക്ക് കൊളുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. ഇങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്താ വരുന്നത്, ഒരു പൊതു ചടങ്ങിൽ നമ്മൾ ഒരു പൊതുവായി എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളെയാണ് നമ്മളവിടെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ നാട മുറിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിജിറ്റലി ഒരു ബട്ടൺ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ലൈറ്റ് ഓൺ ആക്കുക, ഇങ്ങനെ ഏതെങ്കിലും രൂപമൊക്കെ നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. അതിന് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അതവർക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഈ വിഷയമെന്ന് പറയുന്നത്. അതിനെയാണ് പിന്നെ ആരെങ്കിലും അതിനോട് വിയോജിക്കുമ്പോൾ അത് വലിയ വർഗീയവൽക്കരിച്ചുകൊണ്ട് അതിനെ ആ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത് ചില ആളുകളുടെ അജണ്ടയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് മുസ്ലിങ്ങളുടെ മാത്രം വിഷയമാണോ? മുസ്ലിങ്ങളുടെ മാത്രം വിഷയമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പിന്നെ ബഹുമാനനായ മുൻ മന്ത്രിയായിട്ടുള്ള, ഇപ്പോൾ MLA ആയിട്ടുള്ള G സുധാകരൻ, അദ്ദേഹം സർക്കാർ പരിപാടികളിൽ നിലവിളക്കും പ്രാർത്ഥനയും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. G സുധാകരൻ മുസ്ലിം ആയതുകൊണ്ടോ മുസ്ലിം വർഗീയവാദി ആയതുകൊണ്ടോ അല്ലല്ലോ. എന്തുകൊണ്ടാണ് G സുധാകരൻ ഇങ്ങനെ പറഞ്ഞത്? അദ്ദേഹം പറയാനുള്ള കാരണം ഇത്രേ ഉള്ളൂ, നിലവിളക്കിന് എന്തുണ്ട്, കൃത്യമായ വിശ്വാസ അടിസ്ഥാനങ്ങളിൽ നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെയുള്ള വിശ്വാസ അടിസ്ഥാനങ്ങളുണ്ട്. ആ വിശ്വാസ അടിസ്ഥാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അത് പിന്നെ ഒരു നിരീശ്വരവാദിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവന് വിശ്വാസമില്ലാത്തൊരു ദൈവത്തെയോ ലക്ഷ്മി ദേവിയെയോ അഗ്നിദേവതയോ പ്രീതിപ്പെടുത്തേണ്ട കാര്യം അവനില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് ഒരു നിരീശ്വരവാദിയെ അത് അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഏകദൈവ വിശ്വാസികൾ, ഈ അഗ്നിയെയൊന്നും ആരാധിക്കാൻ ഞാൻ ഒരുക്കമല്ല, എല്ലാത്തിനെയും സൃഷ്ടിച്ച സട്ടാവിനെ മാത്രമേ ആരാധിക്കുള്ളൂ എന്ന് പറയുന്നൊരു ഏകദൈവ വിശ്വാസിക്ക് അത് കൊളുത്താൻ പ്രയാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രയാസങ്ങളുള്ള കാര്യങ്ങൾ സർക്കാർ പരിപാടികളിൽ വേണ്ട. അതേപോലെ തന്നെ ഈ പ്രാർത്ഥന വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. പലപ്പോഴും ഈശ്വര പ്രാർത്ഥനകൾ അത് ഒരു നോർമലി നടക്കുന്ന കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഈശ്വരവിശ്വാസം ഇല്ലാത്തവരും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അതും സർക്കാർ പരിപാടികളിൽ വേണ്ട. ഇതൊരു നിലപാടാണ്. ഇത് ഇദ്ദേഹം വർഗീയവാദി ആയതുകൊണ്ടല്ല, മറിച്ച് സർക്കാർ പരിപാടികളിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആചാരങ്ങൾ നടത്തേണ്ടുന്ന സ്ഥലമല്ല, അത് പൂർണ്ണമായും മതനിരപേക്ഷമായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു പിന്നെ വാദത്തിൻ്റെ അടിസ്ഥാനം. യഥാർത്ഥത്തിൽ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ, അദ്ദേഹം ഒരു സർക്കാർ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ, ഈ പിന്നെ സിവിൽ സർവീസ് നേടിയ ആളുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ അവിടെ ആദ്യം ഈശ്വര പ്രാർത്ഥന ചൊല്ലുകയുണ്ടായി. അദ്ദേഹം യഥാർത്ഥത്തിൽ ആ ഈശ്വര പ്രാർത്ഥന ചൊല്ലിയതിനോട് ദേഷ്യം പിടിക്കുകയാണ്. ആ ഈശ്വര പ്രാർത്ഥനയിൽ ചൊടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി എന്നുള്ളതാണ് അന്ന് വന്നിട്ടുള്ള വാർത്ത.
അപ്പോൾ എന്താ കാരണം? അദ്ദേഹം പറയുന്നത് വെച്ചാൽ സർക്കാർ ചടങ്ങുകൾ മതനിരപേക്ഷമായിരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ചടങ്ങുകൾ ഒരു പ്രത്യേക രീതിയിൽ സംഘടിപ്പിക്കാൻ പാടില്ല, മതനിരപേക്ഷതയിൽ വിശ്വാസികളും അവിശ്വാസികളും ഉണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ ഇത് 2023 അപ്പം എന്തുകൊണ്ടാണ് പിണറായിക്ക് അവിടെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് നിന്നാൽ എന്താണ്, അല്ലെങ്കിൽ അതിന് എന്തിനാണ് എതിർക്കുന്നത്? അങ്ങനെയല്ല, മറിച്ച് ഈശ്വര പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവിടെ ഈശ്വര വിശ്വാസികളും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രാർത്ഥനയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അതൊരിക്കലും മറ്റുള്ളവരെ പരിഗണിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് ആ രൂപത്തിൽ വേണ്ട എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. ഇങ്ങനെ ഇത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ എന്താണ് പ്രയാസം? ഇത് മാത്രമല്ല, ഇത് പിന്നെ സർക്കാർ ചടങ്ങുകളിൽ ഈ കമ്മ്യൂണിസ്റ്റുകൾ മാത്രമല്ല ഇതിനെ എതിർത്തിട്ടുള്ളത്, മറിച്ച് യുക്തിവാദിയായിട്ടുള്ള അല്ലെങ്കിൽ നിരീശ്വരവാദിയായിട്ടുള്ള സി രവിചന്ദ്രൻ, അദ്ദേഹം ഒരു ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ എല്ലാവരും നിലവിളക്ക് കൊളുത്താൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ എഴുന്നേറ്റ് നിൽക്കുക പോലും ചെയ്യാതെ പിന്നിൽ അവിടെ ഇരുന്നു കൊണ്ട് അതിനോട് വിയോജിപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് ഇരിക്കുന്ന ഫോട്ടോകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നിലവിളക്ക് കൊളുത്താൻ താല്പര്യമില്ല. കാരണം എന്താ? ഈ പറഞ്ഞതുപോലെ തന്നെ നിലവിളക്കിന് അതിൻ്റേതായ കൃത്യമായ വിശ്വാസാടിസ്ഥാനങ്ങളുണ്ട്. രവിചന്ദ്രൻ എന്തില്ല? ദൈവവിശ്വാസം തന്നെ ഇല്ല, നിരീശ്വരവാദിയാണ്. അപ്പോൾ നിരീശ്വരവാദിയായ രവിചന്ദ്രൻ ഈ വിളക്ക് കൊളുത്താത്തത് വലിയൊരു അപരാധമാണെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് അതൊരിക്കലും ഒരു അപരാധമല്ല. കാരണം നിരീശ്വരവാദി രവിചന്ദ്രൻ എന്ത് അഗ്നിദേവി, എന്ത് ലക്ഷ്മി അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് അതിൽ വിശ്വാസമില്ലാത്ത അദ്ദേഹം അത് കൊളുത്താൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അവിടെ അദ്ദേഹം അത് കൊളുത്തിയിരിക്കണം, നിങ്ങൾക്ക് ദൈവവിശ്വാസം ഇല്ലെങ്കിലും നിങ്ങൾ ദൈവവിശ്വാസത്തിൻ്റെ ഭാഗമായ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളുള്ള ഈ ചടങ്ങ് ചെയ്തിരിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് അല്ലേ? ഒരാൾക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യം, അയാൾക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം അയാളെ കൊണ്ട് അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് മോശം കാര്യമാണ്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളായ ആളുകൾ പലപ്പോഴും മുസ്ലിം MLA മാരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ വരുമ്പോഴും അതേ കാര്യം തന്നെയാണ് വരുന്നത്. കാരണം പല മുസ്ലിങ്ങൾക്കും അവർക്ക് വിശ്വാസത്തിൽ വളരെ ആത്മാർത്ഥത ഉണ്ടാവും. രവീന്ദ്രന് നിരീശ്വരവാദത്തിൽ ആത്മാർത്ഥത ഉള്ളതുപോലെ അദ്ദേഹത്തിൻ്റെ നിരീശ്വര വിശ്വാസത്തിൽ ദൈവമില്ല എന്ന വിശ്വാസത്തിൽ അദ്ദേഹത്തിന് ആത്മാർത്ഥതയുള്ളത് കൊണ്ടാണ് അദ്ദേഹം നിലവിളക്ക് കൊളുത്താത്തത്. പിണറായി വിജയൻ അദ്ദേഹം വിശ്വസിക്കുന്ന ഭൗതികവാദത്തിൽ ആത്മാർത്ഥതയുള്ളത് കൊണ്ടാണ് ഈശ്വര പ്രാർത്ഥന വേണ്ടെന്ന് പറഞ്ഞത്. സുധാകരൻ ആത്മാർത്ഥതയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് നിലവിളക്കോ ഈശ്വര പ്രാർത്ഥനയോ വേണ്ടെന്ന് പറഞ്ഞത്. അതെന്താ? അവരുടെ ബോധ്യമാണെന്ത്, ഇത് ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഞങ്ങളതിൽ വിശ്വസിക്കുന്നില്ല, പിന്നെ എന്തിന് ഞങ്ങളത് ചെയ്യണം, ഞങ്ങളെന്തിനത് നിർബന്ധിക്കണം എന്നുള്ളതാണ് ആ ചോദ്യം. അതേ ചോദ്യം ഒരു മുസ്ലിമിനും ചോദിച്ചൂടെ? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എന്താ മുസ്ലിമിൻ്റെ വിശ്വാസം? മുസ്ലിമിൻ്റെ വിശ്വാസം ഒന്നിനെയും ആരാധിക്കാൻ പാടില്ല, അതിൻ്റെ എല്ലാത്തിൻ്റെയും സട്ടാവിനെ അല്ലാതെ. ഇതാണ് മുസ്ലിമിൻ്റെ വിശ്വാസം. ഏതുവരെയും ചോദിച്ചാൽ മുസ്ലിങ്ങളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവനായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദ് നബിയെപ്പോലും ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ പാടില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ ജീവനായ പ്രവാചകനെ പോലും ആരാധിക്കാൻ പാടില്ല. പിന്നെയാണോ അഗ്നി? പിന്നെയാണോ ലക്ഷ്മി ദേവി? ഇല്ലല്ലോ. ഞങ്ങളുടെ മഹാനായ പ്രവാചകനാണ് യേശു ക്രിസ്തു, ഈസാ നബി അലൈഹിസ്സലാം. ആ യേശുവിനെ ആരാധിക്കാൻ പാടില്ല ഞങ്ങൾക്ക്. മുഹമ്മദ് നബിയല്ല മുഹമ്മദ് നബിയുടെ സട്ടാവിനെ, യേശുവിനെയല്ല യേശുവിൻ്റെ സട്ടാവിനെ, ഈ ഭൂമിയെയല്ല ഭൂമിയുടെ സട്ടാവിനെ, അഗ്നിയെയല്ല അഗ്നിയുടെ സട്ടാവിനെ മാത്രമേ ആരാധിക്കാവുള്ളൂ എന്ന് പറയുന്ന സ്ട്രിക്റ്റായ ഏകദൈവ വിശ്വാസികളാണ് മുസ്ലിങ്ങൾ. ആ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ അടിസ്ഥാനങ്ങളുള്ള ഒരു നിലവിളക്ക് കൊടുത്താൽ അതിനോട് വിയോജിപ്പുള്ളവരുണ്ടാകും, സ്വാഭാവികമാണ്. അതിൽ ആത്മാർത്ഥതയുള്ളവർ അതിനോട് വിയോജിക്കും. അത് ആ നിലക്ക് കാണാൻ അവിടെ നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക, അവിടെ എന്താ ശരിക്കും ഒരു മതനിരപേക്ഷതയോ സെക്കുലറിസമൊക്കെ ചിന്തിക്കുന്ന ആളുകൾ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, മുസ്ലിങ്ങൾക്ക് അവരുടെ വിശ്വാസപ്രകാരം അഗ്നി ദേവതയെ പ്രീതിപ്പെടുത്താനുള്ള അല്ലെങ്കിൽ അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ത്രിമൂർത്തി സങ്കല്പവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നിലവിളക്ക് കൊളുത്താൻ അവരുടെ വിശ്വാസപ്രകാരം അവർക്ക് പ്രയാസമുണ്ടെങ്കിൽ അത് നിർബന്ധിക്കുന്ന ഒരു അവസ്ഥയല്ല വേണ്ടത്, മറിച്ച് അവർക്കത് ആ ഒരു നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥ ഇല്ലാതിരിക്കുകയാണ് വേണ്ടത് എന്നല്ലേ യഥാർത്ഥത്തിൽ മതനിരപേക്ഷതയൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ടത്. അതിനപ്പുറത്തേക്ക് അല്ല, നിങ്ങൾക്ക് വിശ്വാസപരമായി നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിലും നിങ്ങളത് ചെയ്തിരിക്കണം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഫാസിസം. അവിടെ ആ നിലക്കുള്ള നിർബന്ധിക്കൽ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഇതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ പറയാം, അങ്ങനെ ഓക്കെ നിലവിളക്കിന് അഗ്നി ആരാധനയുമായി ബന്ധമുണ്ട്, ത്രിമൂർത്തി സങ്കല്പവുമായി ബന്ധമുണ്ട്, എങ്കിലും നമ്മൾ അതൊരു സാംസ്കാരികമായിട്ട് കാര്യം എടുത്താൽ പോരെ എന്നാണ് ചില ആൾക്കാർ പറയാം. ഓക്കെ, സാംസ്കാരികമായി മാത്രം എടുക്കുന്ന ആൾക്കാർ എടുത്തോട്ടെ, അവർക്ക് അങ്ങനെ തോന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ, കുഴപ്പമില്ല. അത് അങ്ങനെ കാണാൻ സാധിക്കുന്ന ആളുകൾ ചെയ്തോട്ടെ. പക്ഷേ ചില ആൾക്കാർ അവർ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഗ്നി ആരാധനയുമായി ബന്ധമുള്ള ഒന്നിനോടും എനിക്കതിന് സാധിക്കില്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും തങ്ങൾ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കണം എന്ന് പറയുന്നത് ശരിയാണോ? അതാണ് ഏറ്റവും പ്രധാനം. തങ്ങൾ വിശ്വസിക്കുന്നത് പോലെ, അതായത് നിലവിളക്കിന്
ആരാധനയായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിലും ഇപ്പം അത് സാംസ്കാരികമായിട്ട് കണ്ടിരിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ വിശ്വാസം. ആയിക്കോട്ടെ, നിങ്ങളങ്ങനെ കണ്ടോളൂ. അങ്ങനെ കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ കാണാൻ താല്പര്യമില്ലാത്ത ജി സുധാകരനുണ്ട്, കാണാൻ താല്പര്യമില്ലാത്ത പിന്നെ സി രവീന്ദ്രനുണ്ട്, കാണാൻ താല്പര്യമില്ലാത്ത പിന്നെ EMS ഉണ്ട്, കാണാൻ താല്പര്യമില്ലാത്ത അബ്ദുറബ്ബു ഉണ്ട്. അവർക്കത് അങ്ങനെ പിന്നെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഉണ്ടായിരിക്കെ വിശ്വാസമൊന്നും ഇല്ല എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് അവർക്കതിൽ താല്പര്യമില്ല. അവരെന്ത് ചെയ്യുന്നു, അതിനെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തെ അടക്കം കൺസിഡർ ചെയ്തുകൊണ്ട് അവരുടെ നിലപാടുകൾ സ്വീകരിക്കുന്നുള്ളൂ. എല്ലാവരും ഒരുപോലെ ആവണമെന്ന് വിശ്വസിക്കരുത്. എല്ലാവരും ഒരുപോലെ, അതായത് ചില ആൾക്കാർ പറയും മുസ്ലിങ്ങളായ ആളുകൾ തന്നെ കൊളുത്തിയിട്ടില്ലേ, അല്ലെ മമ്മൂട്ടി കൊളുത്തിയിട്ടില്ലേ, ഇയാൾ കൊളുത്തിയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും. കൊളുത്തിക്കോട്ടെ, KT ജലീൽ കൊളുത്തിയിട്ടില്ലേ എന്നാണ്. അപ്പോൾ കൊളുത്തിക്കോട്ടെ, അവർക്ക് അവരുടെ വിശ്വാസപ്രകാരം അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ അവരുടെ മതത്തെയും വിശ്വാസത്തെയും അവർ കാണുന്നത് ആ രൂപത്തിലാണെങ്കിൽ അവരെ ചെയ്തോട്ടെ. എന്നാൽ മതത്തെ ആ രൂപത്തിലല്ലാതെ കാണുന്ന, അതായത് കൃത്യമായി വിശ്വാസാടിസ്ഥാനങ്ങൾ നോക്കിക്കൊണ്ട് മാത്രം ഏതൊരു ആചാരത്തോടും സഹകരിക്കുകയും ചെയ്യുന്ന രീതിയുള്ളവരുമുണ്ട്. അങ്ങനെയുള്ളവരും അടങ്ങുന്നതാണ് വിശ്വാസി സമൂഹം. അത് ഉൾക്കൊള്ളാൻ എന്താണ് പ്രയാസം? അതായത് എല്ലാവരും ഒരുപോലെയാണോ? മതത്തെ കാണുന്ന ഒരു ഏകശിലാത്മകമായിട്ടായിരിക്കില്ല എല്ലാവരും മതത്തെ കാണുക. മതത്തെ പല രൂപത്തിൽ കാണുന്നവർ, മതത്തെ വളരെ സിമ്പിളായിട്ട് അതിനൊന്നും കാര്യമായി എടുക്കാത്ത ആൾക്കാരുണ്ടാവും. ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ പോലും അതിനൊന്നും അത്ര വലിയ സംഭവം ആക്കേണ്ടത് എന്ന് കരുതുന്ന ആൾക്കാരുണ്ടാവും. അല്ല, ഓരോന്നും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഈ ബഹുദൈവ ആരാധനയുടെ വിഷയത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവും. ഇതൊക്കെ മതവിശ്വാസികൾക്കിടയിൽ പല ആൾക്കാരും ഉണ്ടാവില്ലേ? എല്ലാവരും ഒരുപോലെ അച്ചിൽ വാർത്തതുപോലെ അല്ലല്ലോ ഉണ്ടാവുക. പല ആളുകളും പല ചിന്താഗതികളും പല തരത്തിലുള്ള വിശ്വാസങ്ങളുള്ളവരായിരിക്കും. അതിൽ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്നത് ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്നിലും അതിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അവിടെ നിങ്ങളായിരിക്കണം, നിങ്ങൾ ബഹുദൈവ ആരാധനയുമായി ബന്ധമുണ്ടെങ്കിലും അത് ചെയ്തിരിക്കണം എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് ന്യായീകരിക്കാൻ സാധിക്കുക എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്ന് ആലോചിച്ച് നോക്കണം. കൃത്യമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇതല്ലേ ശരിക്കും നമ്മൾ അനാവശ്യമായി പല വിഷയങ്ങളിലും ആശങ്കപ്പെടും, അല്ലേ? മതനിരപേക്ഷത തകർന്നു പോകുമോ എന്നുള്ളത്. ഈ വിഷയത്തിലാണ് നമ്മൾ ആശങ്കപ്പെടേണ്ടത്. അതായത് ഇവിടെയുള്ള ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കാര്യങ്ങൾ, അത് കൾച്ചറലി ഇങ്ങനെ വന്നു പോകുക എന്നുള്ളതൊക്കെ അത്തരമൊരു സൊസൈറ്റിയിൽ സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെ ഉണ്ടായിരിക്കെ തന്നെ ഭൂരിപക്ഷത്തിൻ്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും ആഘോഷങ്ങളും ഒക്കെ പൊതുവൽക്കരിക്കുക. ആ പൊതുവൽക്കരിക്കപ്പെട്ട സംഭവം അതെല്ലാവരും ചെയ്യണം നിർബന്ധിക്കപ്പെടുക. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആഘോഷങ്ങളും, അല്ലേ, ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ആഘോഷങ്ങൾ എന്ത് ചെയ്യുക, ഇത് പൊതുവായ ആഘോഷമാണ് കേട്ടോ എന്ന് പറയാം. എന്നിട്ട് ആ ആഘോഷങ്ങൾ അതിന് ഇന്ന വിശ്വാസത്തിൻ്റെ എലമെൻറ്റുകൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കതിന് സാധ്യമല്ല എന്ന് പറയുമ്പോൾ കണ്ടോ അവർ പ്രശ്നക്കാർ എന്ന് പറയുന്നതാണ് പ്രശ്നം. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ ഈ ഭൂരിപക്ഷ മതത്തിൻ്റെ ഭൂരിപക്ഷ സംസ്കാരത്തിൻ്റെത് അല്ലാത്തൊന്ന് ഏതെങ്കിലും ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കുക. നമ്മുടെ സർക്കാർ പരിപാടികൾ നാളെ മുതൽ ഫാത്തിഹ ഓതിക്കൊണ്ട്, എന്ന് വെച്ചാൽ ഖുർആൻ ഓതിക്കൊണ്ട് തുടങ്ങുന്നൊരവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനോട് വിയോജിപ്പില്ല. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ് അതൊരു പ്രശ്നമില്ലല്ലോ, അത് നമുക്ക് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി എടുത്താൽ പോരെ, നമ്മുടെ ബഹുസ്വരതയുടെ ഭാഗമായി എടുത്താൽ പോരെ, സർവശക്തനായ ദൈവം നിങ്ങൾ കണ്ടാൽ പോരെ, അതൊരു പൊതുവായ സാധനമാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാവും? എന്നിട്ട് നാളെ മുതൽ സർക്കാർ പരിപാടികൾ മൊത്തം ഖുർആൻ ഓതി തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? അവിടെ നിങ്ങളതിനെ അങ്ങനെ കണ്ടാൽ പോരെ എന്നുള്ളതൊരു ന്യായമല്ല. മറിച്ച് മുസ്ലിങ്ങളുടെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ ഖുർആൻ മുസ്ലിങ്ങളുടേത് മാത്രമല്ല, പക്ഷേ പല ആളുകൾക്കും ഖുർആൻ ഓതി തുടങ്ങുന്നതിനോട് വിയോജിപ്പുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ വിയോജിപ്പോ അല്ലെങ്കിൽ അതിനോട് അത്ര താല്പര്യം ഇല്ലാത്തവരുണ്ടാകും. അവിടെ നമ്മൾ ഒരു സർക്കാർ പരിപാടിയിൽ ഖുർആൻ ഓതുന്നത് കൊണ്ട് വലിയ ആകാശടിഞ്ഞ് വിളിച്ച് വീഴുന്നോണ്ടല്ല, പക്ഷേ പലതരത്തിലുള്ള ആളുകൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ പറയും അല്ല ഖുർആൻ പ്രശ്നമുള്ളതുകൊണ്ടൊന്നല്ല, പക്ഷേ അങ്ങനെ ഖുർആൻ ഓതി തുടങ്ങേണ്ടതില്ലല്ലോ, എല്ലാവരും ഉള്ളവരല്ലേ എന്ന് നമ്മൾ പറയും, അല്ലേ? അല്ലെങ്കിൽ ഒരു കുർബാന വെച്ചിട്ട് തുടങ്ങാണ് സർക്കാർ പരിപാടികളെങ്കിൽ നമ്മൾ പറയും എന്താ, കുർബാനയിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കാം ഒരു പക്ഷേ എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ കുർബാന വേണ്ടല്ലോ എന്ന് നമ്മൾ പറയും, അല്ലേ? ഇതേ കാര്യം എല്ലാവരും ഉള്ളതല്ലേ. അപ്പോൾ ഒരു ഹൈന്ദവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിലവിളക്ക് വേണ്ട, നമുക്കൊരു ബട്ടൺ അമർത്തിക്കൊണ്ട്, ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണല്ലോ, അല്ലേ? ഈ ഒരു ലാപ്ടോപ്പ് സംഘടിപ്പിക്കാൻ എവിടെ ഒരു പ്രയാസം ഉണ്ടാവില്ലല്ലോ. ഒരു ബട്ടൺ അമർത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ ഒരു പ്രയാസമില്ലല്ലോ, അല്ലേ? എല്ലാവരുടെയും LED സ്ക്രീനും LCD സ്ക്രീനൊക്കെ ഉണ്ട്, അത് സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ ഒരു പ്രയാസമില്ലല്ലോ. അത് നമുക്ക് നടപ്പിലാക്കിക്കൂടെ? എന്തിനാണ് ഭൂരിപക്ഷ മതത്തിൻ്റെ ആചാരങ്ങൾ തന്നെ ചെയ്യണം നിർബന്ധം? എന്താണ്? അത് തന്നെ നോർമലൈസ് ചെയ്യണം, അത് തന്നെ പൊതുവൽക്കരിച്ചുകൊണ്ട് ബാക്കിയുള്ളവരിൽ അടിച്ചേൽപ്പിക്കണം എന്താ അതിൻ്റെ കാരണം? എന്താ? അങ്ങനെ ആണെങ്കിൽ ഈ പറഞ്ഞ ബാക്കി വിശ്വാസങ്ങളും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? ആ ആശങ്ക ആർക്കും ഇല്ലേ, അല്ലേ? പല വിഷയങ്ങളിലും അങ്ങനെയാണ്. മറ്റൊരു അങ്ങനെ ചെയ്താലോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, നാളെ ഖുർആൻ ഓതിക്കൊണ്ട് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ എന്താ ചെയ്യുക എന്നൊരാശങ്കയൊന്നും ആർക്കും ഇല്ല. അതേപോലെ തന്നെ നാളെ മുതൽ
എല്ലാവരും ഈദ് ആഘോഷിച്ചിരിക്കണം. കാരണം എന്താ, മുസ്ലിങ്ങളുടെ ആഘോഷമാണ്. ഈദ് ആഘോഷത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ. ഈദിൽ എന്താ ചെയ്യുക, പരസ്പരം കുടുംബങ്ങളെ സന്ദർശിക്കും, പാട്ടുപാടും, അല്ലെങ്കിൽ ഒന്ന് സന്തോഷങ്ങൾ കൈമാറും, പിന്നെ ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണമൊക്കെ കൊടുക്കും. ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. അതെല്ലാവരും ആഘോഷിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ മോശമല്ലേ. ആ ആഘോഷത്തിൽ കാര്യമായി പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ എല്ലാവരും ആഘോഷിച്ചിരിക്കണം എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആഘോഷങ്ങളോ ആചാരങ്ങളോ രീതികളോ പൊതുവൽക്കരിച്ചിട്ട് അതെല്ലാവരിലും അടിച്ചേൽപ്പിക്കുന്നത് തെറ്റാണ്. അത് മുസ്ലിം വിശ്വാസമാണെങ്കിലും ഹൈന്ദവ വിശ്വാസമാണെങ്കിലും ക്രൈസ്തവ വിശ്വാസമാണെങ്കിലും ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മൾ പറയുന്നത്, മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ, ബഹുസ്വരത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിശ്വാസം അതിനെ പൊതുവൽക്കരിച്ചിട്ട് എല്ലാവരിലേക്കും അടിച്ചേൽപ്പിക്കലല്ല. ഇനി അങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ ഓക്കെ, നമ്മുടെ ഒരു രീതിയുടെ ഭാഗമായി പല വിശ്വാസങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഭൂരിപക്ഷ മതത്തിൻ്റെ പല വിശ്വാസങ്ങളും പല രൂപത്തിലുണ്ട്. ഇനി അത് അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ അതിനോട് വിയോജിക്കാനുള്ള റൈറ്റെങ്കിലും ബാക്കിയുള്ളവർക്ക് കൊടുക്കണ്ടേ. ഏറ്റവും ബെയർ മിനിമം അതല്ലേ. ഇപ്പോൾ നമ്മുടെ പല സർക്കാർ പരിപാടികളും തേങ്ങ ഒടിച്ചുകൊണ്ടും പൂജ നടത്തിക്കൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും വേറെ പിന്നെ ഒരു ഇസ്ലാമുമായിട്ടോ ക്രൈസ്തവതയായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ചടങ്ങിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല. പക്ഷേ അതൊക്കെ ഓക്കെ, അതൊക്കെ അതിൻ്റെ ഭാഗത്ത് നടക്കട്ടെ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെയർ മിനിമം അതിനോട് വിയോജിക്കാനുള്ള അവകാശമെങ്കിലും നമ്മൾ ഒരു 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 മതനിരപേക്ഷത എന്നൊക്കെ പറയുമ്പോൾ അതെങ്കിലും നമ്മൾ പറയേണ്ടതില്ലേ അല്ലേ. ആരെങ്കിലും നിലവിളക്ക് കൊളുത്താൻ പ്രയാസപ്പെട്ടാൽ അല്ലെങ്കിൽ അതിനോട് വിയോജിച്ചാൽ അപ്പോഴേക്ക് അയാളെന്തോ ഒരു വലിയ ഭീകരവാദിയാണ് എന്ന രൂപത്തിലാണ് പലപ്പോഴും പോർട്രേ ചെയ്യപ്പെടുന്നത്. ഇവിടെ വേറെ ഒരു ഭാഗം വരുന്നത് എന്താ വെച്ചാൽ, നിലവിളക്ക് കൊളുത്തുന്നതല്ല നിർബന്ധിക്കുന്നത്, മറിച്ച് കൊളുത്താതിരിക്കുമ്പോഴാണ് നിർബന്ധിക്കുന്നത്. ഇപ്പോൾ സമസ്ത പ്രസ്താവന ഇറക്കി, അപ്പോൾ എന്താ അത് തിട്ടൂരമാണ്. മതസംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം വരുമ്പോൾ അതിൻ്റെ മതപരമായ വിഷയം പറയുക എന്നുള്ളത് മതസംഘടനകൾ പൊതുവെ ചെയ്യുന്നതാണ്. ഫത്വകൾ പറയുക എന്നുള്ളത് ഏതാണ് അതിൻ്റെ മതപരമായ ശരിയായ വശം ഏതാണ് എന്ന് മതസംഘടനകൾ പറയും. അല്ലാതെ ഏതെങ്കിലും ഒരാൾ നിലവിളക്ക് കൊളുത്താതിരിക്കുകയോ ചെയ്യുമ്പോൾ അവരെ പോയി നിർബന്ധിച്ച് കൊളുത്തിപ്പിക്കുക എന്ന് പറയുന്നതല്ല ഇവിടെ സംഭവിക്കുന്നത്. മതപരമായ അതിൻ്റെ വശം ഇന്നതാണ് എന്ന് പറയും. പൊതുവെ മുസ്ലിം സമൂഹത്തിൽ പൊതുവായി തന്നെ എല്ലാ സംഘടനകളും എല്ലാ വിഭാഗങ്ങളും ഈ നിലവിളക്ക് പോലെയുള്ള അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത് അവർ പറയും, അല്ലാതെ ആരെങ്കിലും പോയിട്ട് നിർബന്ധിച്ചിട്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ അവിടെ ഞാൻ പറയുന്നത്, വിശ്വാസം എങ്ങനെ എടുക്കണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. അല്ലെങ്കിൽ പിന്നെ അതാരെയും നിർബന്ധിക്കാനൊന്നും പാടില്ല. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നിർബന്ധം വരുന്നത്, ഒരു സോഷ്യൽ പ്രഷർ വരുന്നത് ഇത്തരം ഏതെങ്കിലും ഒരു ഭൂരിപക്ഷ മതത്തിൻ്റെ, പ്രത്യേകിച്ചും ഭൂരിപക്ഷ മതത്തിൻ്റെ വിശ്വാസാചാര അനുഷ്ഠാനങ്ങൾ അത് പൊതുവൽക്കരിച്ച് അത് നോർമലൈസ് ചെയ്ത് സമൂഹത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സോഷ്യൽ പ്രഷർ വരുന്നത്. അവിടെയാണ് നിർബന്ധം വരുന്നത്. ആ നിർബന്ധം ഒഴിവാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം അനുസരിച്ച് യാതൊരു തലക്കും അതിനോട് ചേരാത്ത കാര്യങ്ങൾ നിർബന്ധിക്കപ്പെടാത്തൊരു സാഹചര്യമാണ് ഏറ്റവും നല്ല സാഹചര്യം അല്ലേ. ഒരു ഹൈന്ദവ വിശ്വാസി അവൻ്റെ വിശ്വാസം അനുസരിച്ച് തന്നെ ജീവിക്കുക. അവൻ ഒരിക്കലും ഒരു ഇസ്ലാമിൻ്റെ വിശ്വാസം നിർബന്ധിച്ച് ചെയ്യിക്കപ്പെടുന്നൊരു സാഹചര്യം അവനുണ്ടാവാൻ പാടില്ല. ഒരു ക്രൈസ്തവ വിശ്വാസി അവൻ്റേതായ വിശ്വാസം തന്നെ അനുസരിച്ച് ജീവിക്കാനുള്ളൊരു സാഹചര്യം അവനുണ്ടാവണം. ഒരു നിലക്കും ഇസ്ലാമിൻ്റെയോ ഹൈന്ദവതയുടെയോ ഒന്നും ആചാരങ്ങൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഒരു മുസ്ലിം, ഏകദൈവ വിശ്വാസിയായ മുസ്ലിം, പടച്ചവനെ മാത്രം ആരാധിക്കണം എന്ന് വിചാരിച്ച് നടക്കുന്നൊരു മുസ്ലിം, അവൻ ഇവിടെയാണെന്നുള്ളത് കൊണ്ട്, ഇന്ത്യയിലാണ് കേരളത്തിലാണെന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും ഹൈന്ദവ ക്രൈസ്തവ ആചാരങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥ അവനും ഉണ്ടാക്കാൻ പാടില്ല. ഓരോരുത്തർക്കും അവനവൻ്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് വേറെ ഒരു തരത്തിലും വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നിർബന്ധിക്കപ്പെടാത്ത സാഹചര്യം, അതാണ് ഏറ്റവും നല്ല സാഹചര്യം. അങ്ങനെ നിർബന്ധിക്കപ്പെടാതിരിക്കുമ്പോഴാണ് നമ്മുടെ സാഹോദര്യം ഉണ്ടാവുക. അല്ലാതെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിർബന്ധിച്ചിട്ടാകുമ്പോൾ ഉള്ള സാഹോദര്യം കൂടി തകരുകയാണ് ചെയ്യുക. സാഹോദര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ തമ്മിലാണ്, മതങ്ങൾ തമ്മിലല്ല, മനുഷ്യർ തമ്മിൽ അല്ലേ. നമ്മുടെ അയൽവാസികളായിട്ടുള്ള ജോസഫ് ഏട്ടനും കുമാരേട്ടനും അതുപോലെ തന്നെ മുഹമ്മദ് കെയും എല്ലാവരും മനുഷ്യന്മാരാണ്. നമ്മുടെ ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ സാമ്പത്തികമായും മറ്റും സഹായിക്കണം. ഇതൊക്കെയാണ് മനുഷ്യ സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ എൻ്റെ ആചാരം അവരും ചെയ്തിരിക്കണം, അവൻ്റെ ആചാരം ഞാനും ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ആഘോഷം അവനും ആഘോഷിച്ചിരിക്കണം എന്ന് പറയുന്നതല്ല. അതല്ല മതനിരപേക്ഷതയും ബഹുസ്വരതയും എന്ന് പറഞ്ഞാൽ. അതൊക്കെ വെറും തൊലിപ്പുറത്തുള്ള ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതികളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരെയും ഒന്നും നിർബന്ധിക്കാത്ത അവസ്ഥ, എല്ലാവർക്കും അവനവൻ്റെ വിശ്വാസം പൂർണ്ണമായ മനസ്സോടുകൂടി അതനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് നമുക്കുണ്ടാകേണ്ടത്. ഇത്തരം വിവാദങ്ങൾക്കിടയിൽ അത്തരമൊരു സാഹചര്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനെ കത്തിക്കാൻ വേണ്ടി പല ആളുകൾ ശ്രമിക്കും. ചില ആളുകളുടെ അജണ്ട തന്നെ ഇതിനൊക്കെ ഒന്ന് കത്തിച്ച് നിർത്തി സമൂഹത്തിൽ ഡിവൈഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനൊരിക്കലും പൊതുസമൂഹം നിന്നുകൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും പറയാനുള്ള ഇത്തരം വിഷയങ്ങൾ കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും.